ഹലോ, നമസ്കാരം. ഇലക്ട്രോണിക്സിൻ്റെ ചരിത്രവുമായി ചരിത്രോണിക്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിൻ്റെ ഭൂതകാലവുമായി നമ്മൾ ഒരു പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു പുതിയ അതിഥിയെയാണ്. ബാറ്ററി ചാർജറുകൾ. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാനും ഇൻവെർട്ടറിൽ ബാറ്ററി ചാർജ് ചെയ്യാനും ബാറ്ററി ചാർജിങ് പർപ്പസുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി ചാർജറുകൾ, അഡാപ്റ്ററുകൾ, അവയുടെ ചരിത്രവും പ്രവർത്തന തത്വവുമായി ഇന്ന് നമുക്ക് കടക്കാം. ചരിത്രോണിക്സ്. 1874 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ഫെർഡിനൻഡ് ബ്രാൻ തന്റെ 24-ാം വയസ്സിൽ വൈദ്യുതി കടത്തിവിടാൻ ശേഷിയുള്ള ചാലകങ്ങൾ, അതായത് കണ്ടക്ടറുകൾ, അതായത് ലോഹങ്ങളെ, വൈദ്യുതി കടത്തിവിടാൻ ശേഷിയുള്ള ലോഹങ്ങളെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. ലെഡ് സൾഫൈഡ് എന്ന ക്രിസ്റ്റൽ ഒരു ഇരുമ്പ് കമ്പിയുടെ അറ്റത്ത് ഘടിപ്പിച്ച ശേഷം അതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ദിശയിൽ മാത്രമേ അതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. ദ കറണ്ട് ഫ്ലോ ഈസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഹി നോട്ടീസ് ദാറ്റ്. അദ്ദേഹം ശ്രദ്ധിച്ചു, ആ ലെഡ് സൾഫൈഡ് കണക്ട് ചെയ്ത കമ്പിയിലൂടെ ഒരു ദിശയിൽ മാത്രമേ വൈദ്യുതി കടന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് അദ്ദേഹം തന്റെ കണ്ടുപിടുത്തം റെക്ടിഫിക്കേഷൻ എന്ന തത്വത്തിലേക്ക് മാറ്റി പിടിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ ബാറ്ററി ചാർജറുകളിലും മൊബൈൽ ചാർജറുകളിലും ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്ന റെക്ടിഫിക്കേഷൻ എന്ന തത്വം, അതായത് നമ്മുടെ വീടുകളിൽ നമുക്ക് ഡയറക്റ്റായി KCB തരുന്ന ലൈൻ എന്താണ്? 230 വോൾട്ട് 50 ഹെർട്സ് ഉള്ളതാണ്. AC അൾട്ടർനേറ്റിംഗ് കറണ്ട് ആണിത്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് കറണ്ട് DC എന്ന രൂപത്തിൽ ആക്കിയാൽ മാത്രമേ ബാറ്ററികളിൽ ശേഖരിച്ചു വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. ACയെ DC ആക്കുന്ന തത്വമാണ് റെക്ടിഫിക്കേഷൻ. ഇവിടെ വെച്ച് ഫെർഡിനൻഡ് ബ്രാൻഡ് റെക്ടിഫിക്കേഷൻ എന്ന തത്വത്തിന്റെ കണ്ടുപിടുത്തത്തിനായി ശ്രമം ആരംഭിച്ചു. 1876 നവംബർ 14 ആയപ്പോഴേക്കും ഫെർഡിനൻഡ് ബ്രാൻ തന്റെ റെക്ടിഫിക്കേഷൻ എന്ന ആശയത്തിന് ഒരു പ്രാവർത്തിക രൂപം നൽകാൻ ആരംഭിച്ചിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം ഒരു വൈദ്യുതിയെ ഒരു ദിശയിൽ കടത്തിവിടാൻ സാധിക്കുന്ന ഒരു ഉപകരണത്തിന്റെ രൂപകൽപ്പനയുടെ പൂർണ്ണരൂപം സൃഷ്ടിക്കാനും സാധിച്ചിരുന്നു. താൻ നിർമ്മിച്ച റെക്ടിഫയർ എന്ന ആ ഉപകരണം തന്റെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സ്റ്റാൾ ഉണ്ടാക്കി അങ്ങോട്ട് എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് വൈദ്യുതി ഒരു ദിശയിൽ മാത്രം കടന്നു പോകുന്നത്, ഒരു ദിശയിൽ മാത്രം കണ്ടക്ട് ചെയ്യുക എന്ന ആ അത്ഭുത പ്രവൃത്തി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി, തന്റെ റെക്ടിഫയർ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു. എന്നാൽ അങ്ങോട്ട് എത്തിയ ജനങ്ങളെല്ലാം ഇതിനെ വളരെയധികം പരിഹസിക്കുകയാണ് ഉണ്ടായത്. കാരണം വൈദ്യുതി തന്നെ കണ്ടുപിടിച്ചിട്ട് അന്ന് ഏതാനും നാളുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ ഒരു ബാറ്ററിയിൽ ACയെ DC ആക്കി ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിശയിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്ന റെക്ടിഫിക്കേഷൻ എന്ന ആശയത്തെ കുറിച്ച് ചിന്തിക്കുക എന്നതൊന്നും അക്കാലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം പരിഹസിക്കപ്പെട്ടു. തുടർന്ന് ഫെർഡിനൻഡ് ബ്രാൻ തന്റെ റെക്ടിഫയറുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം പിന്നീട് കാഥോഡ് റേ ട്യൂബ്, ഇന്നത്തെ ടിവികളിൽ ഉപയോഗിക്കുന്ന കാഥോഡ് റേ ട്യൂബിന്റെ കണ്ടുപിടുത്തത്തിന് വളരെയധികം പ്രശംസ നേടുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം വയർലെസ് ടെലിഗ്രാഫിയിൽ ഒരുപാട് ശാസ്ത്ര സംഭാവനകൾ നൽകി വന്നു. തുടർന്ന് 1909 അദ്ദേഹം മാർക്കോണിയോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടു. 1884 വില്യം ജെ ഹാമർ എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ നടത്തുന്ന ലാബോറട്ടറിയിൽ ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, തോമസ് ആൽവ എഡിസൺ ബൾബ് പോലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. തോമസ് ആൽവ എഡിസന്റെ ലാബോറട്ടറിയിലായിരുന്നു വില്യം ജെ ഹാമർ വർക്ക് ചെയ്തിരുന്നത്. വില്യം ജെ ഹാമർ ഒരു ഫിലമെന്റ് ബൾബിന്റെ ഫിലമെന്റിനോട് ഒരു ഇലക്ട്രോഡ് കൂടെ ചേർത്ത് ആ ഇലക്ട്രോഡിനെയും ആ ഫിലമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്തു. എന്നിട്ട് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ അദ്ദേഹം അത്ഭുത സ്തംഭനായി നിന്നു. കാരണം അദ്ദേഹം നിരീക്ഷിച്ചത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ശാസ്ത്ര സത്യത്തെയായിരുന്നു.
അദ്ദേഹം നിരീക്ഷിച്ചു, അതിലൂടെ ഒരു ദിശയിൽ മാത്രമേ വൈദ്യുതി കടന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവിടെ വെച്ച് റെക്ടിഫിക്കേഷൻ എന്ന ഒരു പുതിയ ശാസ്ത്ര തത്വത്തെ തിരിച്ചറിയുകയായിരുന്നു. മുൻപ് ബ്രാൻ എഴുതിയ ചില ഡയറി കുറിപ്പുകളിൽ അദ്ദേഹം റെക്ടിഫിക്കേഷൻ എന്ന തത്വത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതിൽ ബ്രാൻ നടത്തിയ പരീക്ഷണങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടായതായും വില്യം ജെ ഹാമർ വായിച്ചിട്ടുണ്ട്. എന്നാൽ റെക്ടിഫിക്കേഷൻ എന്ന ഈ പുതിയ ശാസ്ത്ര തത്വത്തെ തനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു. തുടർന്ന് അദ്ദേഹം തന്റെ ശാസ്ത്ര നിരീക്ഷണ പുസ്തകത്തിൽ റെക്ടിഫിക്കേഷൻ എഫക്റ്റിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചു. തന്റെ ബോസും ഗുരുവുമായ തോമസ് ആൽവ എഡിസണിനോടുള്ള ആരാധന കാരണം അദ്ദേഹം താൻ നിരീക്ഷിച്ച ഈ റെക്ടിഫിക്കേഷൻ എഫക്റ്റിനെ എഡിസൺസ് എഫക്റ്റ് എന്ന് രേഖപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തിന് ഈ റെക്ടിഫിക്കേഷൻ എഫക്റ്റ് അഥവാ എഡിസൺ എഫക്റ്റ് ഉപയോഗിച്ച് പ്രാക്ടിക്കലി ഒരു റെക്ടിഫയറിനെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണം തന്റെ ശാസ്ത്ര പുസ്തകത്തിൽ തന്നെ ഒതുങ്ങി നിന്നു. 1904 എഡിസൺ എഫക്റ്റ് എന്ന തത്വം ഉപയോഗിച്ച് ജോൺ ഫ്ലെമിംഗ് എന്ന ശാസ്ത്രജ്ഞൻ വൺ സൈഡ് ഓസിലേഷൻ വാൾവ് എന്ന AC-യെ DC ആക്കുന്ന ഉപകരണം കണ്ടെത്തി. എന്നാൽ നമ്മൾ കരുതും പോലെ സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ച്, അതായത് അർദ്ധചാലകമായ സിലിക്കണോ ജെർമേനിയോ ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ തരത്തിൽപ്പെട്ട റെക്ടിഫയർ ഒന്നും അല്ലായിരുന്നു ഈ വൺ സൈഡ് ഓസിലേഷൻ വാൾവ് എന്ന് പറഞ്ഞാൽ. ജോൺ ഫ്ലെമിംഗ് കണ്ടെത്തിയ വൺ സൈഡ് ഓസിലേഷൻ വാൾവ് വാക്വം ട്യൂബ് ടെക്നോളജി ഉപയോഗിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് അതിന്റെ വലിപ്പവും വളരെ കൂടുതലായിരുന്നു. അത് AC-യെ DC ആക്കുമ്പോൾ വലിയ തോതിൽ താപോർജത്തെ പുറന്തള്ളുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രധാന ന്യൂനതയും അതായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഡയോഡുകൾ ഉപയോഗിച്ചുള്ള റെക്ടിഫയറിന്റെ പ്രാചീന രൂപം തന്നെയായിരുന്നു ജോൺ ഫ്ലെമിംഗ് കണ്ടെത്തിയ വൺ സൈഡ് ഓസിലേഷൻ വാൾവ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡുകൾ സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയ സെമി കണ്ടക്ടറുകൾ, അതായത് അർദ്ധചാലകങ്ങൾ ഉപയോഗിച്ചാണ്. ജോൺ ഫ്ലെമിംഗിന്റെ സമകാലികനായിരുന്ന പീറ്റർ കൂപ്പർ ഹെവിറ്റ് എന്ന ശാസ്ത്രജ്ഞൻ ഇതേ കാലഘട്ടത്തിൽ തന്നെ മെർക്കുറി ആർക്ക് റെക്ടിഫയർ എന്ന ഒരു AC-യെ DC ആക്കുന്ന ഉപകരണം നിർമ്മിച്ചു. വാക്വം ട്യൂബ് ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ട് തന്നെയായിരുന്നു മെർക്കുറി ആർക്ക് റെക്ടിഫയറുകൾ പ്രവർത്തിച്ചിരുന്നത്. ജോൺ ഫ്ലെമിംഗിന്റെ റെക്ടിഫയറുകളെ പോലെ തന്നെ ഒരുപാട് സ്ഥലം വേണമായിരുന്നു മെർക്കുറി ആർക്ക് റെക്ടിഫയറുകളും സൂക്ഷിക്കാൻ. മാത്രമല്ല, മെർക്കുറി ആർക്ക് റെക്ടിഫയറുകൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് താപോർജത്തെ പുറന്തള്ളുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടങ്ങളിലായി ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വാക്വം ട്യൂബ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള റെക്ടിഫയറുകളെ നിർമ്മിച്ചു വന്നു. എന്നാൽ ഇവയ്ക്കൊന്നും കാര്യക്ഷമമായ പ്രവർത്തനവും റിപ്പിൾസ് കൂടാതെ AC-യെ DC ആക്കാനുള്ള ക്ഷമതയും ഇല്ലായിരുന്നു. 1947 വില്യം H. ബാർഡെയിൻ, ജോൺ ബാർഡീൻ, വില്യം ഷോക്കി എന്നിവർ ചേർന്ന് ബെൽ ലാബോറട്ടറിയിൽ വെച്ച് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അഥവാ BJT കണ്ടുപിടിച്ചു. PNP എന്നീ 3 അർദ്ധചാലക സമ്മിശ്രങ്ങളെ ചേർത്തുകൊണ്ടായിരുന്നു ഈ ട്രാൻസിസ്റ്റർ സാങ്കേതികവിദ്യ അവർ രൂപപ്പെടുത്തിയത്. ഈ സാങ്കേതികവിദ്യ തന്നെയാണ് പിന്നീട് നടന്ന സെമി കണ്ടക്ടർ ഉപയോഗിച്ചുള്ള PN ജംഗ്ഷൻ ഡയോഡുകളുടെ കണ്ടുപിടുത്തത്തിനും വഴിതെളിച്ചത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ സിലിക്കൺ എന്ന സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്ടിഫയറുകളാണ്. ആ റെക്ടിഫയർ ഉപയോഗിക്കുന്ന ഡയോഡുകൾ, അല്ലെ, അത് PN ജംഗ്ഷൻ ഡയോഡുകളാണ്. PN എന്നീ 2 സെമി കണ്ടക്ടർ അഥവാ അർദ്ധചാലക മിശ്രണത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഫോർവേഡ് ബയാസ് എന്ന അവസ്ഥയിൽ കറണ്ടിനെ കടത്തിവിടുകയും റിവേഴ്സ് ബയാസ് എന്ന അവസ്ഥയിൽ കറണ്ടിനെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതായത് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഒരു ദിശയിൽ മാത്രമേ, അതായത് ഫോർവേഡ് ബയാസ് എന്ന ദിശയിൽ, ആ അവസ്ഥയിൽ മാത്രമേ കറണ്ടിനെ കടത്തിവിടുക ഉള്ളൂ. ഇത് തന്നെ, ഈ തത്വം തന്നെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാൻസിസ്റ്ററുകളാണ് പിന്നീട് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യാ മേഖലയിൽ നടന്ന വൈപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾക്ക് മാർഗം കൊടുത്തത്. ഇന്ന് നമ്മൾ കാണുന്ന സ്മോൾ സ്കെയിൽ ഇന്റർഗ്രേഷൻ, മീഡിയം സ്കെയിൽ ഇന്റർഗ്രേഷൻ, ലാർജ് സ്കെയിൽ ഇന്റർഗ്രേഷൻ, VLSI വെരി ലാർജ് സ്കെയിൽ ഇന്റർഗ്രേഷൻ എന്നീ എല്ലാ തത്വങ്ങളുടെയും അടിസ്ഥാനം
IC തത്വങ്ങളുടെയും അടിസ്ഥാനം ഈ ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തം തന്നെയായിരുന്നു. ഇന്ന് അത് വളർന്ന് മൈക്രോ ചിപ്പുകളുടെയും അതിലേറെ ചെറുതാക്കി നമുക്ക് എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ട്രാൻസിസ്റ്ററുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോസസ്സുകൾ കോർ പ്രോസസ്സറുകളുടെയും വളർച്ചയിലേക്ക് ഈ ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തം വഴിതെളിച്ചു. ട്രാൻസിസ്റ്ററുകളുടെയും ഡയോഡുകളുടെയും ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാം. ഇങ്ങനെ കണ്ടുപിടിച്ച PN ജംഗ്ഷൻ ഡയോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റെക്ടിഫയർ, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഇനി നോക്കാം. ഇത്തരത്തിലുള്ള റെക്ടിഫയറുകളിൽ പ്രധാനമായും ഏറ്റവും നന്നായി റിപ്പിൾസ്, അതായത് ആവശ്യമില്ലാത്ത സിഗ്നലുകളുടെ അളവ് കുറച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും AC-യെ DC ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് റെക്ടിഫയർ ആയ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. പ്രധാനമായും 3 തരം റെക്ടിഫയറുകളാണുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയർ, പിന്നെ ഫുൾ വേവ് റെക്ടിഫയറിൽ 2 തരം, സെന്റർ ട്രാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും. അതിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സർക്യൂട്ടുകളിൽ ഉപയോഗിച്ച് വരുന്നത്. 4 PN ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടുള്ള ഒരു ഡയോഡ് സാങ്കേതിക വിദ്യയാണ്. ഇത് AC-യെ DC ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ കാണുന്ന ഈ ഉപകരണമാണ് PN ജംഗ്ഷൻ ഡയോഡ്. നോക്കുക, ഈ ഡയോഡിന്റെ വര കാണുന്ന ഭാഗം അത് നെഗറ്റീവ് ഭാഗവും വര ഇല്ലാത്ത ഭാഗം പോസിറ്റീവ് ഭാഗവുമാണ്. അതായത് ഈ വര ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ പോസിറ്റീവും വരയുള്ള ഭാഗത്ത് നമ്മൾ നെഗറ്റീവും കൊടുക്കുമ്പോൾ അവസ്ഥയാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുക. അത് കൃത്യമായും വൈദ്യുതിയെ ഈ ദിശയിൽ കണക്ട് ചെയ്യുന്നു. എന്നാൽ ഈ വരയില്ലാത്ത ഭാഗത്ത് നെഗറ്റീവും വരയുള്ള ഭാഗത്ത് പോസിറ്റീവും കൊടുക്കുന്ന അവസ്ഥയാണ് റിവേഴ്സ് ബയാസ്. ആ ദിശയിൽ എന്ത് ചെയ്യില്ല, ഇത് കറണ്ടിനെ കടത്തിവിടില്ല. ഇതാണ് PN ജംഗ്ഷൻ ഡയോഡിന്റെ അടിസ്ഥാന തത്വം. ഫോർവേഡ് ബയാസ്, അതായത് വരയില്ലാത്ത ഭാഗത്ത് പോസിറ്റീവും വര ഉള്ള ഭാഗത്ത് നെഗറ്റീവും ഉള്ളപ്പോൾ വൈദ്യുതിയെ ഈ ദിശയിൽ കടത്തിവിടുന്നു. ഇനി വരയില്ലാത്ത ഭാഗത്ത് നെഗറ്റീവും വര ഉള്ള ഭാഗത്ത് പോസിറ്റീവും വന്നാൽ ഇത് വൈദ്യുതിയെ കടത്തിവിടില്ല. ഇതാണ് ഒരു PN ജംഗ്ഷൻ ഡയോഡിന്റെ അടിസ്ഥാന തത്വം. നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ സർക്യൂട്ടുകളും, ഇത് ഞങ്ങൾ ഡിഗ്രി പ്രൊജക്ടിന് ടൈം ചെയ്തതാണ്. ഇപ്പൊ ഇത് വർക്ക് ചെയ്യാനും ഇവിടെ നമുക്കൊരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു റെക്ടിഫയർ ഭാഗം കാണാം. 4 റെക്ടിഫയറുകൾ, അതിലേക്ക് ഒരു ഇൻപുട്ട്. ആ റെക്ടിഫയർ എന്ത് ചെയ്യുന്നു, AC-യെ DC ആക്കുന്നു. ഈ കപ്പാസിറ്റർ ഇവിടെ കാണുന്ന ഇതാണ് കപ്പാസിറ്റർ എന്ന ഉപകരണം. ആ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, അതിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഫിൽട്ടർ ചെയ്ത്, റിപ്പിൾസിനെ ഫിൽട്ടർ ചെയ്ത് സുഗമമായി എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ടിനെ തരുന്നു. ഇതൊരു മൊബൈൽ ചാർജറിന്റെ ഉൾഭാഗമാണ്. ഇതിൽ നമുക്ക് കാണാം ഇവിടെയായിട്ട് 4 ഡയോഡുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഡയോഡുകൾ എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ അഥവാ AC-യെ DC ആക്കി തരുന്നതെന്ന് നമുക്കൊരു ചിത്രത്തിൽ നോക്കാം. ഇതാണ് ഡയോഡിന്റെ ഒരു ചിത്രം, ഒരു സ്കീമാറ്റിക് സിമ്പൽ. ഈ സിമ്പലിൽ കാണാം, നാം കാണിച്ച വെള്ള വരയുള്ള ഭാഗത്തെ ഞാൻ ഈ സിമ്പലിൽ ഈ വരയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്, വരയില്ലാത്ത ഒഴിഞ്ഞ ഭാഗം എന്താണ്, ഈ ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു ഫോർവേഡ് ബയാസിൽ. എന്നാൽ തിരിച്ചോ, ഇങ്ങോട്ടോ ഇത് കണ്ടക്ട് ചെയ്യില്ല. അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരുമ്പോൾ ഇത് എന്ത് ചെയ്യില്ല, കണ്ടക്റ്റും ചെയ്യില്ല. അത് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ സർക്യൂട്ട്. ഇത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അടിസ്ഥാനപരമായ ഒരു റെക്ടിഫയർ ആണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ആദ്യമായി ഒരു റെക്ടിഫയറിന് വേണ്ടത് ട്രാൻസ്ഫോമർ എന്ന ഉപകരണമാണ്. ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ റെക്ടിഫയറുകളിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണം, നമുക്ക് കിട്ടുന്നത് 230 വോൾട്ട് എന്ന AC കറണ്ടാണ്. ഈ AC കറണ്ടിനെ നമുക്ക് ആവശ്യമായ 5 വോൾട്ടോ 12 വോൾട്ടോ AC ആക്കി മാറ്റുന്നത്, അല്ലെ, അതിന്റെ അളവ് കുറച്ചുകൊണ്ട്, സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് അതിനെ ഒരു 12 വോൾട്ട് AC-യോ 5 വോൾട്ട് AC-യോ ആക്കി മാറ്റുന്നത് ഈ ട്രാൻസ്ഫോമറാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് സപ്പോസ് ചെയ്യാം ഇത് ഒരു 505, അതായത് 230 വോൾട്ടിനെ 5 വോൾട്ട് ആക്കി മാറ്റുന്ന ഒരു ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് കൊടുത്ത 230 വോൾട്ട് ട്രാൻസ്ഫോമറിലൂടെ കടന്നു വരുമ്പോൾ എന്ത് വരും, ഇവിടെ നമുക്ക് 5 വോൾട്ട് കിട്ടും. ഈ 5 വോൾട്ട് AC എന്ത് ചെയ്യുന്നു, ഈ ഡയോഡിലൂടെ കടന്നു പോകുക. ഇതിപ്പോ ഫോർവേഡ് ബയാസിലാണ്, അതായത് ഈ ദിശയിൽ എന്ത് ചെയ്യുന്നു, ഇത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു. ഇത് നേരെ കടന്നു പോകുന്നു അടുത്ത വേവില്. കണ്ട, AC-ക്ക് എന്താണ്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അങ്ങനെയാണ് AC പോകുന്നത്. അപ്പോൾ AC 200 ഇവിടുന്ന് വരുന്ന ഈ 5 വോൾട്ട് AC-യുടെ ആദ്യത്തെ സൈക്കിൾ ഇതിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ നെഗറ്റീവ് സൈക്കിളോ ഇതിലൂടെ കടന്നു പോയില്ല.
അടുത്ത സൈക്കിളോ കടന്നു പോകും, അടുത്ത സൈക്കിളോ കടന്നു പോയില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? ഈ ഭാഗം കടന്നു പോയത് കൊണ്ട് ഇവിടെ അതുണ്ട്, ഈ ഭാഗം കടന്നു പോകാത്തതുകൊണ്ട് ഇവിടെ അതില്ല, ഈ ഭാഗം കടന്നു പോയത് കൊണ്ട് അവിടെ ഇത് ഉണ്ട്. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. എങ്ങനെയാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് നോക്കാം. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഒരുവിധം ബാറ്ററി ചാർജറുകളിലും ഉപയോഗിക്കുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറുകളാണ്. എങ്ങനെയാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറുകൾ എന്നാണ് നമുക്കിനി നോക്കാം. ആദ്യമായി നമുക്ക് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഒരു ട്രാൻസ്ഫോമറിനെ കാണാം. ഈ ട്രാൻസ്ഫോമർ എന്തിനാണ് നമുക്കറിയാം. 230 വോൾട്ട് AC ആണ് നമ്മൾ ഒരു റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നത്. ആ 230 വോൾട്ടിനെ നമുക്ക് 5 വോൾട്ട് DC ആക്കിയിട്ടാണ് തരുന്നത്. ആദ്യം തന്നെ ഈ ട്രാൻസ്ഫോമർ ഈ 230 വോൾട്ട് AC-യെ ഒരു 5 വോൾട്ട് AC ആക്കി മാറ്റുന്നു. ഓക്കെ, 230 വോൾട്ട് AC-നെ 5 വോൾട്ട് AC ആക്കിയാണ് മാറ്റുന്നത്. ഇനി ഈ 5 വോൾട്ട് AC, അതായത് ട്രാൻസ്ഫോമർ തരുന്ന 5 വോൾട്ട് AC-യെ ഈ റെക്ടിഫയർ എങ്ങനെയാണ് 5 വോൾട്ട് DC ആക്കി മാറ്റുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു AC സിഗ്നലിന് പോസിറ്റീവ് ഓഫ് സൈക്കിൾ, നെഗറ്റീവ് ഓഫ് സൈക്കിൾ, പോസിറ്റീവ് ഓഫ് സൈക്കിൾ, നെഗറ്റീവ് ഓഫ് സൈക്കിൾ, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു AC സിഗ്നൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ പോസിറ്റീവ് ഓഫ് സൈക്കിൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആദ്യം ഇവിടെ പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവായി മാറും. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഈ ഡയോഡ് എന്താണ്? ഫോർവേഡ് ബയാസാണ്. ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്യും, ഇതിലൂടെ എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ്? ഈ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. റിവേഴ്സ് ബയാസിൽ എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് നേരെ അത് ഇതിലൂടെ പാസ് ചെയ്ത് ഈ റെസിസ്റ്ററിലൂടെ പോകുന്ന ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ നോക്കും, ഇത് ഫോർവേഡ് ബയാസ് ആണല്ലോ, എന്നാൽ ഇത് കൂടെ പോകാലോ. പറ്റില്ല. കാരണം കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഫോർവേഡ് ബയാസ് ആയാലും എന്ത് ചെയ്യില്ല? ഇവിടെ ലോവും ഇവിടെ ഹയറും ആയതുകൊണ്ട് ഇങ്ങോട്ട് പോയില്ല. പിന്നെ ലോവർ പൊട്ടൻഷ്യലുള്ള ഫോർവേഡ് ബയാസ് ഡയോഡ് ഏതാണ്? അത് D2 ആണ്. ഇതാണ്. ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇത് തിരിച്ച് സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടായി കിട്ടുന്നു. ഓക്കെ, അടുത്തത് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എങ്ങനെയാ പോവുക? ഇവിടുന്നാണോ? അല്ല, അടി കൂടെ അല്ലെ, ഇതിലൂടെ വരും, ചെക്ക് ചെയ്യും. ഇത് റിവേഴ്സ് ബയാസ് ആണ്, ഇത് ഫോർവേഡ് ബയാസും ആണ്. അപ്പൊ ഇതിലാ പോവുക? ഈ ഫോർവേഡ് ബയാസിലൂടെ കയറും. ഈ ഫോർവേഡ് ബയാസിലൊക്കെ കയറുമ്പോൾ ഇതെന്താ? അത് റിവേഴ്സ് ബയാസാ. അപ്പോൾ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിലൂടെ പോകും. ഈ റെസിസ്റ്ററിലൂടെ ഇങ്ങനെ വന്ന് അത് എവിടെ എത്തും? ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ ഇവിടും ഫോർവേഡ് ബയാസ് ആണ്, ഇതും ഫോർവേഡ് ബയാസാ. ഈ D2 ഫോർവേഡ് ബയാസാ, D4 എന്ന ഡയോഡും എന്താണ്? ഫോർവേഡ് ബയാസാ. പക്ഷേ ഏതിലേക്കേ പോകാൻ പറ്റുള്ളൂ? D4ലൂടെ. കാരണം ഇപ്രാവശ്യം നമ്മൾ യാത്ര ആരംഭിച്ചത് ഇവിടെ നിന്നാണ്, നെഗറ്റീവ് ഓഫ് സൈക്കിൾ. അപ്പൊ ഹയർ പൊട്ടൻഷ്യൽ എവിടെയാണ്? ഇവിടെയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ് ആയ D4ലൂടെ അത് യാത്ര ചെയ്ത് ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? ഇങ്ങനെ തന്നെ വരും. ഇനി ഇതിന്റെ ഔട്ട്പുട്ടും നേരത്തെ പറഞ്ഞ പോലത്തെ കേസിൽ സംഭവിക്കും. ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ തന്നെ. ഇതിങ്ങനെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ നമുക്ക് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയി കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പക്ഷേ ഇതൊരു പ്യുവർ DC അല്ല. പ്യുവർ DCയുടെ രൂപം എങ്ങനെയാണ്? ഇങ്ങനെയാണ്. പ്യുവർ DC എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് കറണ്ട് ആണ്. അതിനിങ്ങനെ ഫ്ലക്ച്വേഷൻ, ഈ റിപ്പിൾസ് ഉണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെ ഫ്ലക്ച്വേറ്റ് കളിക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്യുവർ DC കിട്ടണമെങ്കിൽ, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, ബാറ്ററികളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന DC കിട്ടണമെങ്കിൽ നമ്മൾ ഇതിലൂടെ കടത്തിവിടണം. ഒരു കപ്പാസിറ്ററിലൂടെ കടത്തിവിടണം. ഏതിനെ? ഈ സിഗ്നലിനെ, ഈ ഒരു റിപ്പിൾഡ് സിഗ്നലിനെ എന്ത് ചെയ്യണം? ഒരു കപ്പാസിറ്ററിലൂടെ കടത്തിവിടണം. കപ്പാസിറ്ററിന്റെ പ്രത്യേകത വെച്ചാൽ കപ്പാസിറ്റർ ഇസ് എ സ്റ്റോറിംഗ് ഡിവൈസ്, ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ് ആണ്. അതിലുപരി കപ്പാസിറ്ററിന്റെ പ്രത്യേകത, കപ്പാസിറ്റർ AC-യെ ബ്ലോക്ക് ചെയ്യും. AC-യെ പാസ് ചെയ്യും, DC-യെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്ററിന്റെ ചിഹ്നം എങ്ങനെയാ നമുക്കറിയാം. ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ. എന്ത് ചെയ്യും? AC-യെ AC ഇങ്ങനെ വരും. AC അങ്ങോട്ട് കടന്നു പോയിക്കോളും. എന്നാൽ DC ഇവിടെ തങ്ങി നിൽക്കും. ഇങ്ങനെയെന്ന് ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ പഠിച്ചത്. ഇതിനെ എന്ത് ചെയ്യും? AC ഇങ്ങനെ കപ്പാസിറ്ററിലൂടെ പാസ്സായി പോകും, കടന്നു പോകുന്ന DC എന്ത് ചെയ്യും? കപ്പാസിറ്റർ ബ്ലോക്ക് ആവും. യെസ്, അത് തന്നെ നമുക്ക് ഇവിടെയും പറയാം. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത് ഔട്ട്? റെസിസ്റ്ററിന് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്താ കിട്ടുന്നത് അല്ലേ?
ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്താൽ കിട്ടുന്നത്. അതിന് ഇങ്ങനെ ഈ ഡയറക്റ്റ് ആക്കി മാറ്റാനുള്ള മാർഗം എന്താ വെച്ചാൽ ഇതിനെ ഒരു കപ്പാസിറ്ററിലൂടെ കടത്തിവിടുക. ഈ കപ്പാസിറ്ററിലൂടെ കടത്തിവിടുമ്പോൾ ഈ എ സി എന്തായി മാറും? എ സി കമ്പോണൻസ് ഇതിലൂടെ അങ്ങ് പാസ് ചെയ്ത് ഇതിലൂടെ അങ്ങ് പോയിക്കോളും. ബാക്ക് കൂട്ടി തിരിച്ച് എങ്ങോട്ട് പോകും? ഈ സർക്യൂട്ടിലേക്ക് തന്നെ പോയിക്കോളും. എന്ത്? എ സി. പക്ഷെ നമുക്ക് ആവശ്യം എന്താ? ഡി സി. ഡി സിനെ എന്ത് ചെയ്യും? അവിടെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്ത് അവിടെ തങ്ങി നിന്ന ഡി സിയെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെർമിനലിലൂടെ പുറത്തേക്ക് എടുക്കാം. നല്ല ഡി സി. ഇതാ ആ ഡി സി ആണ് ഈ ഡി സി. ക്ലിയർ? നമ്മളിപ്പോ റെക്ടിഫയറുകൾ, അതായത് ബാറ്ററി ചാർജറുകളുടെ ചരിത്രവും അതിന്റെ പ്രവർത്തനവും ഒക്കെ നോക്കി. എല്ലാവർക്കും ചരിത്രോണിക്സിന്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.